ആലപ്പുഴയിൽ നായയെ ഇരുത്തി വൈദികൻ വാഹനമോടിച്ചു. സംഭവത്തിൽ വൈദികൻ ബൈജു വിൻസെന്റിനെതിരെ കേസെടുത്തു. വൈദികന്റെ ലൈസൻസ് റദ്ദാക്കും. നായയുടെ കാലിന് പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോയതാണെന്നാണ് വിശദീകരണം. വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മാത്യു നൽകും. മനീഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, എന്തായിരുന്നു വാഹനം, എപ്പോഴാണ് ഈ സംഭവം, എന്താണ് വൈദികൻ നൽകുന്ന വിശദീകരണം? ആതിര, ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സംവിധാനം പ്രകാരം ആരെങ്കിലും പൊതുനിരത്തിൽ നിയമലംഘനം നടത്തിയാൽ അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അത്തരത്തിൽ വാട്സപ്പിൽ ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. വൈദികൻ ഇത്തരത്തിൽ നായയുടെ കാല് ഒടിഞ്ഞതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇടുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് വാഹനത്തിന്റെ മുൻസീറ്റിലിരുത്തി നായകൊണ്ട് വാഹനത്തിന്റെ മുൻസീറ്റിലിരുത്തി യാത്ര നടത്തിയത്. ഈ കേസിൽ ഇപ്പോൾ ബൈജു വിൻസൻ എന്ന് പറയുന്ന പുരോഹിതനെതിരെയാണ് നിലവിൽ MVD എടുത്തിട്ടുള്ളത്. ഇതിൽ വൈദികന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ഇത് ഇത്തരത്തിലൊരു നിയമലംഘനമാണെന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. നിയമലംഘനമാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിൽ നായയെ മുൻസീറ്റിലിരുത്തി വാഹനം ഓടിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായ നടപടികളുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് RTO മുമ്പോട്ട് പോകുന്നത്. ഇതിലിപ്പോൾ താൽക്കാലികമായി വൈദികന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്കാണ് നിലവിൽ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ശരി, ഇത്തരത്തിൽ ആലപ്പുഴയിലാണ് നായയെ ഇരുത്തി വൈദികൻ വാഹനം ഓടിച്ചത്. സംഭവത്തിൽ ഇപ്പോൾ നടപടിയായിരിക്കുകയാണ്, കേസെടുത്തിരിക്കുകയാണ് വൈദികനെതിരെ. അതോടൊപ്പം തന്നെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മാത്യു ആലപ്പുഴയിൽ നിന്ന്.